ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ കാഴ്സു. വെൽക്കം ടു മൈ അനദർ വീഡിയോ. എല്ലാവരും എന്ത് പറയുന്നു? ഇവിടെ നല്ല വിൻ്ററായി. അപ്പോൾ ഇന്നിവിടെ ഒരു വീക്കെൻഡാണ്. ഞാൻ വെറുതെ വെള്ളോട്ടൊക്കെ ഇറങ്ങിയതാണ്. വീക്ക് ഡേയ്സിൽ ഫുൾ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് ഫുൾ എന്താ ഒരു ഡിപ്രഷൻ പോലെ, ഒന്നും ചെയ്യാൻ പറ്റാതെ. കാരണം ഇവിടെ ഇപ്പോൾ വെയിലൊന്നും ഇല്ല. ഇന്ന് കുറച്ച് വെയിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് വെയിലൊക്കെ കൊണ്ട് വെള്ളിലോട്ട് ഇറങ്ങാമെന്ന്. അഖിൽ ഇന്നൊരു പാർട്ടി ഉണ്ട്, അപ്പോൾ അഖിൽ അങ്ങോട്ടേക്ക് പോവും. ഞാൻ പിന്നെ വൈഷ്ണവിയുടെ കൂടെ ഇന്ന് നമ്മളെ കേരള ഫുഡ് കഴിക്കാൻ പോകാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ്. ഈ ഏരിയ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൻ്റെ ഏരിയ. അടുത്ത മാസം ആകുമ്പോൾ ഇവിടുന്ന് മാറും. അപ്പോൾ ഈ ലേക്കൊക്കെ ഞങ്ങൾക്ക് മിസ് ചെയ്യും. എന്തായാലും ഫിഷിങ് ചെയ്യും. എന്നും സാറ്റർഡേ സൺഡേ ഇവിടെ ഫിഷിങ് ചെയ്യും. ഓരോട് വന്നു സമ്മതിക്കണം. ഈ ഒരു തണുപ്പത്തും വന്ന് കയാക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. ഞാൻ ഇവിടെ അടുത്ത് കോപ്പനിക്കുള്ള സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇപ്പോൾ റിഗ്നറോ ഹോസ്ബനോഫോ ഉള്ളൂ. നമുക്ക് പോകേണ്ടത് അലക്സാണ്ടർ പ്ലാറ്റ്സിലാണ്. അവിടെ നിന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അമ്മാമസി പോകുന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ടേ വണ്ടിയുള്ളൂ ഇനി. ഞാൻ നേരത്തെ എത്തി, അവരൊന്നും ഇതുവരെ എത്തിയില്ല. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യും അവർക്ക് വേണ്ടി. അവരിപ്പം 4-5 സ്റ്റോപ്പും കൂടെ ഉണ്ടെന്ന് പറയുന്നത്. സാറ്റർഡേ സൺഡേ ഒക്കെ ഇവിടെ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ നടക്കും. ഭയങ്കര ഭംഗിക്ക് ഇവർ ഈ ഒരു പുള്ളി ഇങ്ങനെ വരയ്ക്കുന്ന എത്ര നാച്ചുറാലിറ്റി കണ്ടിട്ട് എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുന്നു ഈ ഒരു പടം കണ്ടിട്ട്. അങ്ങനെ ഫൈനലി വൈഷ്ണവിയൊക്കെ എത്തി. ഞങ്ങൾ വന്നിരിക്കുകയാണ്. അതെ, അവര് അലക്സാണ്ടർ പ്ലാറ്റ്സ് ശരത്തും ഇവരുടെ ഒരു ഫ്രണ്ട്. അവൾക്കൊരു വ്ളോഗിനുള്ളൊരു ഇത് ഇവരുടെ ഫ്രണ്ട് അല്ലേ? ന്യൂറംബർഗിൽ നിന്ന് ബെർലിൻ കാണാൻ വേണ്ടി എത്തിയതാ. അങ്ങനെ ഞങ്ങൾ അമ്മാമസിലെത്തി. ഇന്നത്തെ മെനു ഇത്രയേ ഉള്ളൂ. 4 ഐറ്റംസ്: ചിക്കൻ ബിരിയാണി, പാൽക്കപ്പ വിത്ത് ഫിഷ് കറി, പൊറോട്ട വിത്ത് ബീഫ് കറി. അതെ, നിങ്ങൾ ഏതാ പറയുന്നത്? നമുക്ക് എല്ലാത്തിനും ഓരോന്ന് വെച്ചെടുക്കാം. എന്താ അവസ്ഥ? ഊറിയൊക്കെ കുടിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു. തുടക്കത്തിൽ ആക്രാന്തം ആയോണ്ട് ഫുഡ് കാണിക്കാൻ വിട്ടുപോയി. കാണിച്ചോ എന്തോ? നല്ല ഫുഡായിരുന്നല്ലേ, രക്ഷയില്ല. എല്ലാരും ആക്രാന്തത്തോടെ വാരി വരിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ ആളുകൾ വിചാരിക്കും ഏത് നാട്ടുകാരൊന്നും തിന്നാതെ കുടിക്കാതെ ഇരിക്കുവാന്നൊന്ന്, അല്ലേ? അതെ, കാലം മറന്നു. ഞങ്ങളങ്ങനെ നല്ല കേരള ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നല്ല ടേസ്റ്റ് ആയിരുന്നു. വയറ് നിറഞ്ഞ് മണിക്കൂറോളം അവിടുത്തെ കത്തി അടിച്ചിട്ടൊക്കെ ഇറങ്ങിയത്. അയ്യോ, വൈകുന്നേരം നല്ല തണുപ്പായി ഇവിടെ. എത്ര ഡിഗ്രി ഉണ്ട്? എത്ര ഡിഗ്രി ഉണ്ടെന്ന് നോക്ക്. എന്തായാലും ബിലോ 10 ആണ്. 2-3 ദിവസം കൊണ്ട് ബിലോ 5 ഡിഗ്രി ഉള്ളൂ. എൻ്റെ അമ്മോ. അങ്ങനെ നല്ല ചൂട് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നമ്മളെ എങ്ങോട്ടാണ് പോകുന്നത്? മറ്റേ കൊച്ചിന് എന്തോ മേടിക്കാനല്ലേ? ഇനി കടയിൽ കയറണം. എന്നിട്ട് ബാക്കി കാണാം. ഞങ്ങൾ ഇവിടെ വന്നപ്പോ കണ്ടതാ. ഞങ്ങൾ ഇനി നേരെ ന്യൂയോർക്കറിൽ കയറാൻ വന്നതാ, അല്ലേ? ഇവിടെ കയറിയപ്പോ ഇവിടെ എല്ലാം തിളങ്ങിയുള്ള ഡ്രസ്സുകള്. കേറിയപ്പോഴേ ഭയങ്കര തിളക്കല്ലേ. പക്ഷെ നല്ല ഭംഗിയുണ്ട് ആ ഡ്രസ്സ്. ഡോറിട്ട് ജനലടയ്ക്കണം. ഞങ്ങൾ ന്യൂയോർക്കറിൽ കയറി കുറച്ച് ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വേണ്ടി കയറിയതാ. നല്ല ഭംഗിയുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? ഞങ്ങൾ ഒരമ്മ രണ്ട് പാറ്റേണാ. നൈറ്റ് ഇട്ടടക്കുണ്ടോ? ഇല്ല. ഞങ്ങള് ന്യൂയോർക്കറില് വീട്ടിലിരുന്ന് ഡ്രസ്സ് വെക്കാൻ വന്നതാ. നല്ല ഭംഗിയുണ്ട് എല്ലാം. ഞങ്ങള് നൈക്കിൽ കയറിയിട്ട് ജമ്പോന്റെ അകത്തൊരു ലിഫ്റ്റിൽ കയറിയതാ. ഇതിപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കല്ലേ? തുറക്കുമായിരിക്കല്ലേ? അങ്ങനെ ഞങ്ങൾ വന്നിട്ട്
ഞാൻ പേര് മറന്നുപോയി. ലിസി. ഓക്കെ നിസി, നമുക്ക് ഒരു കേക്ക് എടുത്ത് ഇന്ന് നിസിയുടെ വക ചെലവായിരുന്നു അല്ലേ? ന്യൂറൻബർഗിന്ന് വന്ന് ബെർലിനിൽ ചെലവ് ചെയ്തു. നല്ല ചൂടുണ്ട് എല്ലാം കൂടെ ആയിട്ട്. അങ്ങനെ ഞങ്ങള് കുറെ വെള്ളം മേടിച്ചല്ലേ. നമ്മുടെ മിന്റും എന്താ കാപ്പിയും മഗ്ദീന്ന് കാപ്പി മേടിച്ച്. ഇതെല്ലാം പച്ചവെള്ളത്തിനകത്ത് എന്തോ ഒരു ഫ്ലേവർ ഇട്ട് എന്തിനെ കൊണ്ട് ഞാൻ മേടിച്ചത്. എന്തായാലും കുഴപ്പമില്ല. ഞാനത് വിചാരിച്ച് അരച്ച് വെച്ചേക്കുന്നത് പുതിനല്ല. പക്ഷെ കുഴപ്പമില്ല. എമർജൻസി ഫണ്ട് ഞാൻ പറഞ്ഞത്, എമർജൻസി ഫണ്ട് എപ്പോഴാക്കി വെക്കുക. അത് കഴിഞ്ഞ് ഈ എമർജൻസി ഫണ്ട് കഴിഞ്ഞ് ആദ്യം ഇൻഷുറൻസ്, പിന്നെ എമർജൻസി ഫണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ 19 വയസ്സായി ഇപ്പോഴും കൊച്ചു പിള്ളേരെ കാറും തേടി നടക്കുന്ന ശരത് മേടിച്ചു നോക്ക്. അത് ഫിക്സ് ആണോ? ഇനി കൊറേ ചെറിയ കാറ് നോക്കാം. ഹോട്ട് വീൽസ് എടുക്കാൻ വന്നിരിക്കുന്നു. എന്തൊക്കെ കാണണം. എന്താ? ഓ, ഇഷ്ടപ്പെട്ടില്ലേ ഒന്നും? ഏതാ നോക്കുന്നേ? ഞാൻ എൻ്റെ ഒരു അതായത് ഇതിനകത്ത് ഇങ്ങനെ ഓരോ കമ്പനിയുടെ പേര്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതുണ്ട് ഇതിനകത്ത് കുറേയൊക്കെ. വീട്ടിലൊരു കാറിന്റെ കളക്ഷൻ തന്നെ ഉണ്ട്. ഇനി കാണിച്ചു തരാം അവിടെ പോകുമ്പോൾ. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ കാർത്തു. വെൽക്കം ടു മൈ അനദർ വീഡിയോ. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവിടെ വിൻ്റർ ആയി തുടങ്ങി. അപ്പം ഭയങ്കര ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇങ്ങനെ ഡിപ്രഷനായിട്ട് ഇരിക്കുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അതുമാതിരി ഇരിക്കുക. ഇന്ന് നമ്മൾ പോകുന്നത്, ഞാൻ ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായി, ഒരു 1.5-2 വർഷത്തോളമായി കാണും ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ പോവാം. ഇവിടെ സമയം 8:30 നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. കണ്ടോ, ഒരുപാട് ലേറ്റൊന്നും ഇല്ല. വിൻ്ററായാൽ പിന്നെ ഇങ്ങനെയാ, പെട്ടെന്ന് നേരെ ഇരുട്ടുകയും ചെയ്യും. 3 മണിയൊക്കെ ആകുമ്പോഴേ വെട്ടാൻ പോകും. പിന്നെ സണ്ണിനെ കാണാൻ കൂടിയില്ല, വെയിലൊന്നും ഇല്ല. ഇനി ഇങ്ങനെ വേണം ജീവിക്കാൻ ഒരു 6 മാസം. ഈ വെയിലില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. ഭയങ്കര ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു ഇതാ. 8:30 ആയിട്ടും സൂര്യനൊന്നും ഇല്ല. ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ളൊരു വെതറാണ്. ഇനി 6 മാസം ഇങ്ങനെ തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. ഇതിനകത്തൂടെ വേണം നമ്മൾ കടന്നു പോകാൻ. ഞാൻ മാൾട്ടയിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ഹെയർ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമൊന്നും പെട്ടിട്ടില്ലായിരുന്നു. ഇങ്ങനെ കോലെല്ലാം കണക്ക് കിടക്കും. എനിക്കിങ്ങനെ ടിപ്പിൽ അങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെ ഇപ്പം ഇവിടെ വന്നിട്ട് ഞാൻ അകലെ കൊണ്ട് എൻ്റെ ആ ഒരു കോല് കണക്ക് കിടക്കുന്നത് വെട്ടിച്ചപ്പോൾ കയറി ഇറങ്ങിയായി. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ ഇവിടെ പോയി മുടി വെട്ടാന്ന്. ഇവിടെ ജർമ്മനിലെ ഇവിടുത്തെ ഉള്ളവരുടെ അല്ല, ഇവിടെ ഭയങ്കര റേറ്റാണ് മുടിയൊക്കെ വെട്ടാൻ. 400 യൂറോ ആവും. പിന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ തമിഴ്നാട്ടിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു, അവരുടെ സലൂൺ കണ്ടുപിടിച്ചിട്ട്. അപ്പം ഞാനും വൈഷ്ണവിയുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാം. എന്താവുമെന്ന് അറിയത്തില്ല. മുടി വെട്ടണമെന്ന് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ നോക്കാം. ത്രെഡ് ചെയ്യണമെന്നുണ്ട്. ഇവിടെ ത്രെഡ് ചെയ്യത്തില്ല. എല്ലാവരും ത്രെഡ് ഇങ്ങനെ നമ്മളെ പ്ലക്ക് ചെയ്ത് എടുക്കത്തേ ഉള്ളൂ. ത്രെഡ് ചെയ്യുന്നൊന്നുമില്ല. ഇവിടെ കണ്ടുപിടിച്ചോണ്ട് എന്തായാലും പോയി നോക്കാം. ചിലപ്പോൾ മുടി വെട്ടും, ചിലപ്പോൾ ഇല്ല. ഫൈനലി അങ്ങനെ വൈഷ്ണവിയെ കണ്ട് മുട്ടി. ഇത് ഞങ്ങളുടെ പുതിയ ഫ്രണ്ട് നീതു. ഒരു 5 മിനിറ്റ്, 5 അല്ല 6-7 മിനിറ്റ് ഇട്ടില്ല. കാരണം ഞങ്ങള് സ്പണ്ടാവിൽ എത്തിയിട്ട് പാർലർ നോക്കി പോവാം, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട്. അല്ലാണ്ട് വൈഷ്ണവി 2-3 വട്ടം വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാ, നീതും ഫസ്റ്റ് ടൈമാ. പോയി നോക്കാം എങ്ങനുണ്ടെന്ന്. ഞങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. നമ്മൾ ഇവിടെ ഒരു വീട്ടിലാണ്, പാർലറൊന്നും അല്ല, ജസ്റ്റ് ഒരു വീട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് നിന്ന് ബെല്ലടിക്കുക. അപ്പോൾ അവർ ഓപ്പൺ ആക്കി തന്നെ. അപ്പോയിൻമെൻറ്റ് 11 തന്നത്, കുറച്ച് ലേറ്റായി. ബെല്ലടിച്ചോ? അതല്ലേ പേരതല്ലേ?
ത്രെഡ് ചെയ്തിട്ട് എന്തോ ഏതാണ്ട് ലാസ്റ്റ് നാട്ടിൽ വന്നപ്പോഴാണ് ത്രെഡ് ചെയ്തത്. അല്ലാതെ റേസർ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ പ്ലഗ് ചെയ്ത് കളയാറാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ത്രെഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ത്രെഡ് ചെയ്തു. നല്ല വേദനയായിരുന്നു, ഒരുപാട് നാൾക്ക് കൂടി ത്രെഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ ഹെയറിൻ്റെ ആ ടിപ്പിലുള്ള ആ സ്ട്രെയിറ്റ് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് വന്നപ്പോൾ നല്ല ഷോർട്ടായി ഹെയർ. ഫൈനലി ഇത്രയും ഷോർട്ടായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഷോർട്ടാക്കി ഹെയർ കട്ട് ചെയ്യുന്നത് തന്നെ. കാരണം എനിക്ക് ആ ഒരു നാച്ചുറൽ കേൾസ് വേണമായിരുന്നു, മറ്റേത് കംപ്ലീറ്റ്ലി പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടി ഇറങ്ങി അല്ലേ? പുതിയ ലുക്കിലെ വൈഷ്ണവി ആരാ ഇത്? ഇങ്ങോട്ട് വന്നപ്പോ എന്തോരം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, എല്ലാം പോയെന്ന്. സങ്കടം. മുടി വെട്ടിയേ വേണം, മുടി വെട്ടിക്കഴിഞ്ഞാൽ സങ്കടമാ. നിനക്ക് വെട്ടിയത് അറിയാൻ പറ്റത്തില്ല. അതെനിക്ക്, ഞാൻ ഓൾറെഡി അഖിലിനെ കൊണ്ട് വെട്ടി നശിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു മുടി. അതുകൊണ്ട് ഇപ്പം വൃത്തിയാക്കിയതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.